ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ചയൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ എവിടേക്ക് പോകും എന്നുള്ള പ്ലാനിലിരിക്കുമ്പോഴാണ് അപ്പോൾ എന്തായാലും സമയമില്ല. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ കൊണ്ട് നേരെ ആലുവ മുനിസിപ്പൽ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും, പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നേരെ ആലുവയിലേക്ക് പോവുകയാണ്. ഞങ്ങളിവിടെ എത്തി. ശരിക്കും ഞങ്ങൾക്ക് ഈ പാർക്കിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ലായിരുന്നു. ഇപ്പോഴും ജവഹർലാൽ നെഹ്റു മുനിസിപ്പൽ പാർക്ക്. അങ്ങനെ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെങ്കിലും ഞങ്ങളിപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. എന്തൊക്കെയായാലും പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ വലിയവർക്കായാലും പിള്ളേർക്കായാലും നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനിപ്പോൾ ഇവിടെ തന്നെയായിട്ട് ടീ കൗണ്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചായ കുടിച്ചു, പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. പാർക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് പെരിയാറ് പുഴ പോണത്. അപ്പം അതിൻ്റെയൊക്കെ വ്യൂ കണ്ട് അത്യാവശ്യം ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ് ആണത് മണപ്പുറമാണ്. ഇവിടെയാണ് മണപ്പുറവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശിവരാത്രിക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് അത്യാവശ്യം ലൈറ്റായി. അപ്പോൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ കളമശ്ശേരിയിലേക്ക് പോയി. കളമശ്ശേരി അൽത്താസയിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഷവർമ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അടുത്ത വീഡിയോ കാണാൻ പറ്റും. ബൈ ബൈ.